എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്ററായ എഴുത്തുവിധി നഗരജീവിതം റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ഈ ചാപ്റ്റർ ചിലവരുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്ററായിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം. അത് പുതിയ ടെക്സ്റ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇത് പഴയ ടെക്സ്റ്റാണ്. പഴയ ടെക്സ്റ്റിൽ ഇത് സെക്കൻഡ് ചാപ്റ്ററായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ എഴുത്തുവിധി നഗരജീവിതം റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മെസോപ്പൊട്ടേമിയ എന്ന നഗരത്തെ പറ്റിയാണ്. ആ നഗരത്തിൻ്റെ സാംസ്കാരിക ജീവിതം, അവിടുത്തെ എഴുത്തുവിദ്യ, അവിടുത്തെ ജനജീവിതം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ, അവിടുത്തെ നഗരങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് നമ്മൾ എഴുത്തുവിധി നഗരജീവിതം റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം നഗരജീവിതം ആരംഭിച്ചത് നമ്മുടെ മെസോപ്പൊട്ടേമിയയിലാണ്. ഈ മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത് 2 നദികൾക്കിടയിലാണ്. ആ നദികളുടെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? യൂഫ്രട്ടീസും ടൈഗ്രീസും. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്, ഈ 2 നദികൾക്ക് സമീപത്തായിട്ടാണ് മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. മെസോപ്പൊട്ടേമിയ ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നഗരജീവിതം ആരംഭിച്ചത് മെസോപ്പൊട്ടേമിയയിലാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഇപ്പോൾ മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗമാണ് മെസോപ്പൊട്ടേമിയ. ഇത് വെറുതെ പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം വെറുതെ ഒരു ചാപ്റ്റർ പറഞ്ഞിട്ട് കാര്യമില്ല, അതിലെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ മെസോപ്പൊട്ടേമിയയെ പറ്റി, ആ മെസോപ്പൊട്ടേമിയയുടെ നഗരജീവിതവും എഴുത്തുവിദ്യയും തമ്മിലുള്ള ബന്ധവും സുസ്ഥിരമായൊരു എഴുത്തുവിദ്യ പാരമ്പര്യത്തിൻ്റെ അനന്തരഫലങ്ങളും എന്നിവയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അത്രയും കാര്യങ്ങളെ പറ്റി നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ മെസോപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷയാണ് സുമേറിയൻ ഭാഷ. മെസോപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷയാണ് സുമേറിയൻ ഭാഷ. ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. മെസോപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷ ഏതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? സുമേറിയൻ ഭാഷയാണ് മെസോപ്പൊട്ടേമിയയിലെ ആദ്യ ഭാഷ. ഏതാണ്? സുമേറിയൻ ഭാഷ. അപ്പം ഈ പാഠത്തിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് മെസോപ്പൊട്ടേമിയയും അതിൻ്റെ ഭൂമിശാസ്ത്രവും. മെസോപ്പൊട്ടേമിയ ആൻഡ് ദിസ് ജിയോഗ്രഫി. എക്സ്പ്ലെയിൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസോപ്പൊട്ടേമിയ എന്നൊരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് വരുന്നതാണ് കേട്ടോ. മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രം വിവരിക്കുക എന്ന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളൊക്കെ അറിയാം. അതായത് നമ്മൾ 10ാം ക്ലാസ് വരെ ഭൂമിശാസ്ത്രം, ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. അപ്പം നമുക്ക് മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രം നോക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രം അറിയാം. അതായത് നമ്മുടെ നാടിൻ്റെ ഈ ഭാഗത്ത് മലയാണ്, ഈ ഭാഗത്ത് പുഴയാണ്, ഈ ഭാഗത്ത് തോടാണ്, ഈ ഭാഗത്ത് കുന്നാണ് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ധാരണയെങ്കിൽ നമുക്കുണ്ടാവും. നമ്മുടെ നാടിൻ്റെ ഈ ഭാഗത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്, ആ ഭാഗത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്, ഈ ഭാഗത്താണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെസോപ്പൊട്ടേമിയയുടെ ഓരോരോ ഭാഗത്തും എന്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രം. ഈ 4 പോയിന്റ്സ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. മെസോപ്പൊട്ടേമിയയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സമതലങ്ങളും മലനിരകളുമാണ് ഉള്ളത്. ഓക്കെ, മെസോപ്പൊട്ടേമിയയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സമതലങ്ങളും മലനിരകളും, അതായത് കുന്ന് അറിയില്ലേ, കുന്നും പ്രദേശം, മലനിര, മല, ആ ഒരു പ്രദേശമാണ് മെസോപ്പൊട്ടേമിയയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുണ്ടായത്. സമതലങ്ങളും മലനിരകളും. വടക്ക് ഭാഗത്തോ, മെസോപ്പൊട്ടേമിയയുടെ വടക്ക് ഭാഗത്ത് പുൽമേടുകളാണ്. പുൽമേടിൽ അറിയാം നമുക്ക് എന്തായാലും അവിടെ കാലിമേയ്ക്കൽ, അതാണ് മെയിനായിട്ടുള്ള ജോലി, പുൽമേട്. കിഴക്ക് ഭാഗത്തോ മെസോപ്പൊട്ടേമിയയുടെ ടൈഗ്രീസിൻ്റെ പോഷക നദികൾ. നമ്മൾ പറഞ്ഞു മെസോപ്പൊട്ടേമിയ സ്ഥിതി ചെയ്യുന്നത് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദികൾക്ക് ഇടയിലാണെന്ന് പറഞ്ഞു. ഈ ടൈഗ്രീസിൻ്റെ പോഷക നദികളാണ് മെസോപ്പൊട്ടേമിയയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. ടൈഗ്രീസ് എന്ന നദിയുടെ പോഷക നദികൾ, അതായത് ആ ടൈഗ്രീസ് എന്ന നദിയുടെ ഉപനദികൾ, അതിൻ്റെ ഭാഗത്തോട് ഒഴുകുന്ന നദികളാണ് മെസോപ്പൊട്ടേമിയയുടെ കിഴക്ക് ഭാഗത്തുള്ളത്. മെസോപ്പൊട്ടേമിയയുടെ തെക്ക് ഭാഗത്ത് മരുഭൂമിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മെസോപ്പൊട്ടേമിയയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സമതലങ്ങളും മലനിരകളും, വടക്ക് ഭാഗത്ത് പുൽമേടുകൾ, കിഴക്ക് ഭാഗത്ത് ടൈഗ്രീസിൻ്റെ പോഷക നദികൾ, തെക്ക് ഭാഗത്ത് മരുഭൂമി. ഈ 4 പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ 4 മാർക്ക് ഉറപ്പാണ്. ഇനി പഠിക്കേണ്ടത് മെസോപ്പൊട്ടേമിയൻ നഗരജീവിതത്തിൻ്റെ പ്രാധാന്യമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് അർബനിസം. ഇത് എക്സാമിന് ചോദിച്ചൊന്നും അധികം കാണാത്തൊരു ഭാഗമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നഗരജീവിതത്തിൻ്റെ പ്രാധാന്യം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിൽ നിങ്ങൾ നോക്കുക. ഈ പോയിൻറ്റ്സ് ഞാനിവിടെ ഈ കളർ കൊണ്ട് മാർക്ക് ചെയ്ത് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. ആ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് മുഴുവനായിട്ടും പഠിക്കേണ്ടതില്ല. ഈ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പോയിൻറ്റ്സ് വരെ നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ് നോക്കാം. നഗരങ്ങളിലെ ജനങ്ങൾ കാർഷികോൽപാദനത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. എന്തായിരുന്നു അതിനർത്ഥം? എന്തായിരുന്നു? നഗര ജനത കൃഷിയോ അനുബന്ധ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നില്ല. അവർ മറ്റു തൊഴിലുകളായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, നഗരങ്ങളിൽ ജനങ്ങൾ കാർഷികോൽപാദനത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നഗരജനതയും മറ്റു നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ജനങ്ങളും തമ്മിൽ നിരന്തരമായ പരസ്പര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പരസ്പര ആശ്രയത്വം, നഗരങ്ങളും തമ്മിൽ പരസ്പര ആശ്രയത്വം നിലനിന്നിരുന്നു.
മൂന്നാമത്തെ പോയിന്റാണ് നഗരജീവിതത്തിൻ്റെ മറ്റൊരു പ്രധാന മുഖമുദ്ര അല്ലെങ്കിൽ സവിശേഷതയാണ് സാമൂഹ്യ സംഘടന. നമുക്കറിയാം സാമൂഹ്യ സംഘടനകൾ, ഇവിടെ തൊഴിലാളി സംഘടനകൾ കേരളത്തിലൊക്കെ ഇല്ലേ, അതുപോലെ കുറേ സംഘടനകൾ ഉണ്ടായിരുന്നു. അതായത് നഗരജീവിതത്തിൻ്റെ പ്രധാന സവിശേഷതയാണെന്ത്? സാമൂഹിക സംഘടനകൾ. അടുത്ത പോയിന്റ് എന്താണ്? നഗര സമ്പദ് വ്യവസ്ഥകൾക്ക് ലിഖിതമായ രേഖകൾ ആവശ്യമായിരുന്നു. അതായത് നഗരങ്ങളിലെ എക്കോണമി, നമുക്കറിയാം, നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട് സമ്പദ് വ്യവസ്ഥ എന്താണെന്നൊക്കെ അല്ലേ. ഈ നഗര സമ്പദ് വ്യവസ്ഥകൾക്ക് ലിഖിതമായ രേഖകൾ ആവശ്യമായിരുന്നു. കണക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നതിന്, ഇടപാടുകൾ, അതിനൊക്കെ എന്തിനു വേണം? ഈ രേഖകൾ വേണം. അപ്പം മെയിനായിട്ടും ഈ പോയിന്റ്സ് ആയി നിങ്ങൾക്ക് എഴുതാം. പരസ്പരാശ്രയത്വം, തൊഴിൽ വിഭജനം, സാമൂഹിക സംഘടന, അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോയിന്റ്സ് ആക്കിയും എഴുതാം. അടുത്തത് നമ്മൾ ഫസ്റ്റ് തൊട്ടേ തുടങ്ങുമ്പോൾ പറഞ്ഞു മെസോപ്പൊട്ടേമിയൻ ജനതയുടെ എഴുത്തുവിദ്യയെ പറ്റി നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അവരുടെ മെസോപ്പൊട്ടേമിയൻ ജനതയുടെ എഴുത്തുവിദ്യയാണ് ക്യൂണിഫോം എന്നറിയപ്പെടുന്നത്. ക്യൂണിഫോം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഭാഗം 1 വേർഡായിട്ടും 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്നതാണ് ക്യൂണിഫോമിനെ പറ്റി. ക്യൂണിഫോം, അപ്പം ക്യൂനസ് ഫോർമ എന്ന ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ക്യൂണിഫോം എന്ന വാക്കുണ്ടായത്. ഏതൊക്കെയാണ്? ക്യൂനസും ഫോർമയും എന്ന ക്യൂനസ് ഫോർമ എന്ന ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ക്യൂണിഫോം എന്ന വാക്കുണ്ടായത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യൂനസ് ഫോർമ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് നമ്മുടെ ക്യൂണിഫോം എന്ന വാക്കുണ്ടായത്. അപ്പോൾ ക്യൂനസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആപ്പ്. ഫോർമ എന്ന വാക്കിൻ്റെ അർത്ഥം ആകൃതി. അപ്പോൾ ക്യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആപ്പിൻ്റെ ആകൃതി. ക്യൂനസ് ഫോർമ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ക്യൂണിഫോം എന്ന വാക്കുണ്ടായത്. ക്യൂനസ് എന്നാൽ ആപ്പെന്നും ഫോർമ എന്നാൽ ആകൃതി എന്നുമാണ് അർത്ഥം. അപ്പോൾ ക്യൂണിഫോം എന്ന പദത്തിൻ്റെ അർത്ഥം ആപ്പിൻ്റെ ആകൃതി എന്നാവുന്നു. ക്യൂണിഫോം അക്ഷരങ്ങൾക്ക് ആപ്പിൻ്റെ ആകൃതിയാണുള്ളത്. അതിനാൽ അവ എന്തുപോലെ ഇരിക്കുന്നു? ആണികൾ പോലെ ഇരിക്കുന്നു. ആപ്പ് കണ്ടിട്ടില്ലേ? അതാണ് പറയുന്നത്, ആണികൾ പോലെ ഇരിക്കുന്നു. ഇതപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ക്യൂണിഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്യൂണിഫോം അക്ഷരങ്ങൾ എഴുതുന്നത്. അപ്പോൾ ക്യൂണിഫോം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അടുത്തതായി പഠിക്കേണ്ട ഭാഗമാണ് യൂസസ് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ. ഈ പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. സ്കൂളിലാണെങ്കിൽ ഇതിന് മുകളിൽ കണ്ടില്ലേ ഈ എഴുത്ത് രീതി, സിസ്റ്റം ഓഫ് റൈറ്റിംഗ്, സാക്ഷരത, ലിറ്ററസി, അതായത് ഈ ക്യൂണിഫോം എങ്ങനെ എഴുതുന്നതെന്നൊക്കെ പഠിപ്പിക്കും സ്കൂളിലൊക്കെ. എഴുതി കാണിക്കുകയൊന്നുമില്ല, എങ്ങനെയാണ് എഴുതുന്നത് അതൊക്കെ പറഞ്ഞു തരും. നമ്മളപ്പം വീഡിയോ പറഞ്ഞു പോകത്തത് ലെങ്ത്ത് കൂടും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടുന്ന് മനസ്സിലാവും. അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഫുൾ ആയിട്ടും വേണമെങ്കിൽ ഫുള്ളായിട്ടും ചെയ്യാം. അതോ പ്രധാനപ്പെട്ട മാത്രം മതിയോ എങ്കിൽ അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം യൂസ് ഓഫ് റൈറ്റിംഗ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇത് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദ യൂസസ് ഓഫ് റൈറ്റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, സന്ദേശങ്ങൾ അയക്കാൻ, അതായത് മെസ്സേജസ്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ സന്ദേശങ്ങൾ അയക്കാൻ എഴുത്തുവിദ്യയായിരുന്നു ഉപയോഗിച്ചത്, നമുക്ക് അറിയാം, അതിനെപ്പറ്റിയൊരു അറിവുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് മെസ്സേജസ് ഒക്കെ അയക്കാൻ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും, വാട്സാപ്പ് ഉപയോഗിക്കും, ഫേസ്ബുക്ക് അതൊക്കെ ഉപയോഗിക്കും. പണ്ടത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇങ്ങനത്തെ എഴുതിയാണ് എല്ലാം അയക്കുന്നത്. ഒരു വ്യക്തി ഒരാൾക്ക് എഴുതി മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അങ്ങനെയാണ് സന്ദേശങ്ങൾ അയക്കുന്നത്. അടുത്തത് നിഘണ്ടുക്കൾ തയ്യാറാക്കാൻ, ഡിക്ഷണറികൾ അതല്ലെങ്കിൽ നിഘണ്ടുക്കൾ തയ്യാറാക്കാൻ. അടുത്തത് സാഹിത്യകൃതികൾ എഴുതാൻ, സാഹിത്യ രചനകളൊക്കെ എഴുതാൻ ഉപയോഗിച്ചിരുന്ന എഴുത്തുവിദ്യ. സാഹിത്യരചന എന്ന് പറയുമ്പോൾ കവിതകൾ, കഥകൾ, നോവലുകൾ അങ്ങനെയുള്ള സാഹിത്യരചനകളൊക്കെ എഴുതാൻ വേണ്ടി നമ്മുടെ എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നു. അടുത്ത പോയിന്റ് എന്താണ്? മറ്റു രാജ്യങ്ങളുമായി സമ്പർക്കം പുലർത്താൻ, മറ്റു രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം, വാണിജ്യ ബന്ധം, അങ്ങനെ കുറേ ബന്ധം പുലർത്തുന്നതിന് എഴുത്തുവിദ്യ സഹായിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ? സന്ദേശങ്ങൾ അയക്കാൻ, നിഘണ്ടുക്കൾ തയ്യാറാക്കാൻ, സാഹിത്യകൃതികൾ എഴുതാൻ, മറ്റു രാജ്യങ്ങളുമായി സമ്പർക്കം പുലർത്താൻ. ഇത്രയും പോയിൻറ്റ്സാണ് എഴുത്തുവിദ്യയുടെ ഉപയോഗങ്ങൾ യൂസസ് ഓഫ് റൈറ്റിംഗ് ആയിട്ട് ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പം ബാക്കി വീഡിയോ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാരും വിഷമിക്കേണ്ട, ഇംഗ്ലീഷായിട്ട് ചെയ്യുന്നില്ല എന്ന്, ഇംഗ്ലീഷ് എക്സാം എഴുതുന്നവരാരും വിഷമിക്കേണ്ട, ഇംഗ്ലീഷായിട്ട് ചെയ്യുന്നില്ലെന്ന്. നമ്മൾ ഓരോ പാഠം കഴിയുമ്പോഴും ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് മലയാളത്തിലും ഇംഗ്ലീഷും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് എന്താവും, അത് നോക്കി ആ ഭാഗം ടെക്സ്റ്റിൽ എവിടെയാണോ വരുന്നതെന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് കുറച്ചും കൂടി മനസ്സിലാവും. മലയാളം കുട്ടികൾക്ക് ഞാൻ അല്ലാതെ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ തന്നെ പറയുന്നുമുണ്ട്, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ചെയ്യുമ്പോൾ അതിൽ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസും ഇടാം, മലയാളം മീഡിയം ക്വസ്റ്റ്യൻസും ഇടാം. അപ്പോൾ അടുത്ത
സെക്കൻഡ് പാർട്ടുമായിട്ട് ഈ ചാപ്റ്ററിൻ്റെ കാണാം.